കസാഖിസ്ഥാനിൽ യാത്രാവിമാനം തകർന്നു വീണു. 67 യാത്രക്കാരുമായി പോയ അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നത്. ആർ കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ഇപ്പോൾ 25 യാത്രക്കാർ രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ബാക്കിയുള്ളവരെ കുറിച്ച് എന്താണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്? മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്തെ, എത്ര പേർ മരണമടഞ്ഞു എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണ് 25 പേർ രക്ഷപ്പെടുത്താനായി എന്നുള്ള റിപ്പോർട്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. 67 യാത്രക്കാരും 5 ജീവനക്കാരും അടക്കം 72 പേരാണ് അസർബൈജാൻ എയർലൈൻസിന്റെ ഉടമസ്ഥയിലുള്ള ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഈ വിമാനം ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ചെച്ചിനയിലെ ഗ്രോസ്നയിലേക്കാണ് പറക്കുകയായിരുന്നു. ഗ്രോസ്നയിൽ കനത്ത മൂടൽമഞ്ഞ് കാരണമാണ് വിമാനം വഴിതിരിച്ചു വിട്ടത്. അതിനുശേഷം വിമാനത്തിന്റെ റഡാറിൽ നിന്ന് വിമാനം മറയുകയായിരുന്നു. പിന്നീട് അവിടെ ചില ക്യാമറയിലാണ് ഇത് വിമാനം വളരെ താഴെ കൂടി പറക്കുന്നതും പെട്ടെന്ന് തന്നെ നിയന്ത്രണം വിട്ട് വീണ് കത്തി അമരുന്നതുമൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു വിമാനം തകരുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ കുടുങ്ങുകയും ക്യാമറയിൽ പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നത്. വളരെ വേഗം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമവും അതിനകത്ത് കുടുങ്ങിയ യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും ആരംഭിച്ചിരുന്നു. 25ഓളം പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അനൌദ്യോഗികമായ വിവരം. അത് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന വിവരമാണ്. ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്ര മരണമുണ്ടായെന്നോ എത്ര പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നോ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് വന്നിട്ടില്ല. ഇന്ത്യൻ സമയം രാവിലെ 9:30 ഈ അപകടമുണ്ടായത്. ഈ പ്രദേശത്തൊക്കെ കനത്ത മൂടൽമഞ്ഞ് ഉണ്ടാകുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഇത് ഡിസംബർ മാസമാണ്. ഈ സമയത്ത് കനത്ത മൂടൽമഞ്ഞും തണുത്ത കാലാവസ്ഥയും ഒക്കെയാണ്. അത് കാരണമാണ് ഈ വിമാനത്താവളത്തിലെ ഗ്രോസ്നിയയിലെ വിമാനത്താവളത്തിലേക്ക് വിമാനത്തിന് ഇറക്കാൻ കഴിയാതെ പോയത്. അങ്ങനെ വഴിതിരിച്ചുവിട്ട വിമാനമാണ് ഇതിൽ കുടുങ്ങി നിയന്ത്രണം നഷ്ടപ്പെട്ട് അവസാനം തകർന്ന് ഇടിച്ചു വീണ് തകരുകയും കത്തി അമരുകയും ചെയ്തത്. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. തീ ഒരു പരിധിവരെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേയേറെ യാത്രക്കാരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഉള്ളിൽ യാത്രക്കാർ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും അവരെ സംബന്ധിച്ച് ജീവനുണ്ടോ, എന്താണ് അവരുടെ അവസ്ഥ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമല്ല. ആ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശമെന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമായ സ്ഥലമാണോ? നമുക്കറിയാം, മലനിരകളൊക്കെ ആകും, യാത്രക്കാർ കൂടുതലുണ്ട്. മറ്റു വിവരങ്ങൾ അത്തരത്തിൽ ലഭ്യമാകുന്നുണ്ടോ? രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായം തേടുന്നുണ്ടോ രാജ്യം? രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ടുള്ളതായി ഇതുവരെ റിപ്പോർട്ടുകളൊന്നും കാണുന്നില്ല. ജനപ്പാർപ്പുള്ള സ്ഥലത്താണ് തകർന്നു വീണത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ വരുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അവിടുത്തെ എയർലൈൻസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച മരണം സംബന്ധിച്ചും അതോടൊപ്പം തന്നെ രക്ഷപ്പെടുത്തിയവരുടെ എണ്ണം സംബന്ധിച്ചുമൊക്കെയുള്ള കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതനുസരിച്ചാണെങ്കിൽ 25ഓളം പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 72 പേരാണ് ആകെ ഇതിൽ ഉണ്ടായിരുന്നത്. 67 യാത്രക്കാരും 5 ജീവനക്കാരുമാണ്. അത് ഔദ്യോഗികമായ രേഖ തന്നെയാണ്. ഇത്രയും പേർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നത്. അതിൽ 25ഓളം പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ജീവനോടെ ആളുകൾ ഈ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. തീ എന്തായാലും ഇപ്പോൾ ഏകദേശം പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിമാനത്തിനകത്ത് കുടുങ്ങിപ്പോയ വിമാനം പലതായി കത്തിയമരുകയും അതോടൊപ്പം തന്നെ അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതെല്ലാം പരിശോധിച്ച് അത്തരം രക്ഷാപ്രവർത്തനങ്ങൾ കൂടി നടത്തുകയാണ്. പ്രാഥമികമായ രക്ഷാപ്രവർത്തനമാണ് തുടക്കഘട്ടത്തിൽ നടന്നത്. വിമാനത്തിന്റെ ഒരു ഭാഗം തകർന്ന് വേർപെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകളെ അതുവഴിക്ക് രക്ഷപ്പെടുത്താനൊക്കെ പ്രാദേശിക ആളുകൾ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. അവിടെ രക്ഷാപ്രവർത്തകരും അടക്കം എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായ മരണസംഖ്യ എത്രയാണെന്നും എത്ര പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിന്റെ കണക്കുകളൊക്കെ പുറത്തു വരും. അതാണ് സാഹചര്യം. ഏതായാലും 67 യാത്രക്കാരുണ്ടായിരുന്നു. അവരിൽ ചിലർ രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെ കുറിച്ച് കൃത്യമായൊരു കണക്കും വ്യക്തമല്ല.